മധ്യകാലം വരുന്നത് നമുക്ക് ഒരു നോട്ടത്തിലൊന്ന് കണ്ടാലോ? അന്നവാ ഇതാണ് മെഡിയവൽ ഫിയസ്റ്റ് എന്ന് തന്നെ നമ്മൾ നീട്ടിക്കുറിക്കി തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊളേതയിലെ പണ്ടത്തെ പൈതൃകങ്ങളിലെ കൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ സാധിച്ചെടുക്കുന്നത്. പല തരത്തിലുള്ള വേഷം കെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേക തരത്തിലുള്ള വേഷം കെട്ടാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ച ആ വേഷം കെട്ടല്ല, ഈ വേഷം കെട്ട് പല തരത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പേടിപ്പിക്കാനായിട്ട് വരും. നമുക്ക് ശരിക്കും ഭയങ്കരമായിട്ട് രസം തോന്നും. അതേപോലെ സർപ്രൈസിങ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ആർഭാടമായിട്ട് തൊളേതക്കാരും സ്പെയിൻകാരും ഒക്കെ കൊണ്ടാടുന്ന ഒരു ഫിയസ്റ്റ് ആണ് മെഡിയവൽ ഫിയസ്റ്റ് എന്ന് പറയുന്നത്. വേനൽ എന്ന് പറഞ്ഞിട്ടൊരു സമയം ഉണ്ടെങ്കിൽ ഇത് മെഡിയവൽ ഫിയസ്റ്റിന്റെ സമയം തന്നെയാണ്. തൊളേതിൽ പലയിടങ്ങളായിട്ട് നടത്തുന്നുണ്ട്. ഈ ഫസ്റ്റ് തന്നെ നടത്തുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നു. ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് അടിപൊളിയാണ്. ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്, കച്ചവടങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ പണ്ടത്തെ ചരിത്രപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവരിവിടെ നടത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ടൊളേദോ നഗരത്തിലാണ്. സമ്പന്നമായിട്ടുള്ള ചരിത്രപരവും സംസ്കാരപരമായിട്ടുള്ള ഒരു നഗരമാണ് ടൊളേദോ എന്ന് പറയുന്നത്. ഇവിടെ മധ്യകാലം വരുന്ന ഒരു സവിശേഷ അനുഭവമായിരിക്കും. ആ അനുഭവം ഇവിടെ കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. ഒരു പ്രഭുവിന്റെയോ അല്ലെങ്കിൽ നൈറ്റിന്റെ വേഷത്തില് കാലഘട്ടത്തിലെ വസ്ത്രങ്ങൾ ധരിച്ച് ആളുകളാൽ ചുറ്റപ്പെട്ട് രുചികരമായ ഭക്ഷണങ്ങളെ ആസ്വദിച്ച് വീഞ്ഞൊക്കെ കുടിച്ച് ഇവരെ കൊണ്ടാടുന്ന ഒരു മെഡിയവൽ ഫിയസ്റ്റ് ആണിത്. ഈ മെഡിയവലിന്റെ എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ ബാനറുകളൊക്കെ കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വിളമ്പാൻ നിൽക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഇവിടെ ഇത് കൂടെ നടന്നു പോകുന്ന ആളുകളൊക്കെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പണ്ടത്തെ തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരാളുടെ തലയിൽ കെട്ടൊക്കെ ആയിട്ട് പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്നത്. ഇത് 1939-40കളിലൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ വീണ്ടും കൊണ്ടുവരികയാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മെയിനായിട്ട് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ എങ്ങനെയാണോ രുചികരമായിട്ട് അവർ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അതിൻ്റെ റെസിപ്പീസ് ഒക്കെ ഇവർ പഠിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി തരിക. ഇത് ഒരു കടകളിലും ഒരു റെസ്റ്റോറൻറ്റ്സിലും നമുക്ക് കിട്ടത്തില്ല. ഇവർ തന്നെയാണ് മേക്ക് ചെയ്യുന്നത്. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ എവിടെ ഫീസ്റ്റ് നടന്നാലും മെഡിയവൽ ഫീസ്റ്റ് വന്നാലും എന്ത് ഫീസ്റ്റ് വന്നാലും ചുറോ ഇവിടെ മെയിൻ ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചുറോ കോൺ ചോക്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. പിന്നെ ഞങ്ങൾ നടന്ന് കുറച്ചു നേരം കണ്ടുകഴിഞ്ഞപ്പോൾ ഒരുപാട് ലൈറ്റുകൾ കണ്ടു. എന്ത് ഭംഗിയാ ഈ ലൈറ്റുകളൊക്കെ കാണാനായിട്ട്. അതുപോലെ കുറെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. രാജാക്കന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവരുടെ തീന്മേശയിലും കാര്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നത് കണ്ടു, വീഞ്ഞ് കുടിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് രുചികരമായ ഭക്ഷണങ്ങളുടെ ഒരു ബഫറ്റ് തന്നെ കണ്ടു. രുചികരമായ ഭക്ഷണങ്ങളുടെ കൂടെ തന്നെ സംഗീത വിരുന്നുമുണ്ട്. അപ്പം മെഡിയവൽ ഫെസ്റ്റ് കണ്ടിട്ടില്ലാത്തവരും വരാത്തവരായിട്ടുണ്ടെങ്കിൽ വേഗം വായോ.